Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യോക്ക് എംബ്രോയിഡറി ഡിസൈൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ഹേർട്ട് ഷേപ്പിലുള്ള ഡിസൈൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതുപോലെ പിക്ചറൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. ആ ഒരു റൗണ്ടൊക്കെ ചെയ്തിരിക്കുന്ന ഫ്ലവേഴ്സാണ്, താഴെ ലീഫ് പോലെ. പിന്നെ അതിന് ഡോട്ട് കാണുന്നതെല്ലാം ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചസ് ആണ്. അപ്പോൾ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ റോക്കോട്ടൻ്റെ ഫാബ്രിക്കാണ്. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ട്രേസ് ചെയ്ത് എടുത്തിട്ട് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ത്രെഡ്സ് വന്നിട്ട് ഈ 4 കളറിലെ ത്രെഡ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ നീഡിൽ വന്നിട്ട് നീഡിൽ നമ്പർ 1 ആണ് സൈസ് വന്നിട്ട്. ഈ ഒരു നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈൻസ് എല്ലാം ചെയ്യുന്നത്. പ്രൈസ് വന്നിട്ട് 25 റുപ്പീസാണ്. ഇതാണ് നീഡിൽ. കുറച്ച് എന്താ പറയുക കട്ടിയുള്ള ഒരു നീഡിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബ്രാൻഡ്. പിന്നെ അതുപോലെ നമുക്ക് ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് വേണം. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ മെറ്റീരിയലിലേക്ക് ഞാൻ വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ റൗണ്ട് കൊടുത്തില്ലേ, ആ ഒരു ഭാഗത്ത് നമ്മൾ ബുള്ളിയൻ റോസാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 8 സ്ട്രാൻഡ്സിലാണ് സിൽക്ക് ത്രെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് പെറ്റിൽ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് പെറ്റിൽ ചെയ്യുമ്പോൾ ഇതുപോലെ നീഡിലും ത്രെഡും എടുത്തതിന് ശേഷം ഒരു 7 or 8 ടൈംസിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ബെറ്റിൽ ചെയ്തിട്ട് അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് സെക്കൻഡ് ബെറ്റിലും കൂടെ ചെയ്ത് കൊടുക്കാം. അതും ഒരു 7 or 8 ടൈംസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ബുള്ളിയൻ റോസ് ഒക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ട്യൂട്ടോറിയലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്ക് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പെട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ 2 പെട്ടിൽ ചെയ്തില്ലേ, അതിൻ്റെ ഒരു മുകളിൽ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് നീഡിൽ ത്രെഡും കൂടി എടുത്തിട്ട് ഒരു 13 or 14 ടൈംസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുക. ഇനി അടുത്ത പെറ്റിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ചെയ്ത പെറ്റിലില്ലേ, അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തു നിന്ന് അടുത്ത പെറ്റിൽ പോരട്ടെ. അങ്ങനെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇനി അടുത്ത പെറ്റിൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പെറ്റിലിൻ്റെ സെൻറ്ററിൽ കൂടി അടുത്ത പെറ്റിൽ നമുക്ക് ലാസ്റ്റ് പെട്ടിൽ ചെയ്യണമല്ലോ. ലാസ്റ്റ് പെട്ടിൽ ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ചെയ്തില്ലേ ആ ഒരു പെട്ടിലില്ലേ, ആ ഒരു പെട്ടിലിൻ്റെ സെൻറ്ററിൽ കൂടി നമ്മൾ നീഡിലെടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്ത് നിർത്തിയിരിക്കുന്ന ആ ഒരു ഭാഗത്തു നിന്ന് വീണ്ടും മുകളിലേക്ക് നീഡിൽ കൊണ്ടുവരിക.
നമ്മുടെ ബുള്ളിയൻ റോസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ വലിയ ഫ്ലവറായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്തടുത്ത പെറ്റിലായിട്ട് അങ്ങനെ ചെയ്തു പോവുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള ബുള്ളിയൻ റോസ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഓരോ ബുള്ളിയൻ റോസിനും നമുക്ക് ലീഫ് കൊടുക്കണം. ലീഫ് കൊടുക്കാനായിട്ട് ഞാൻ എന്താ ഇവിടെ വൈറ്റ് കളറിലെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് ലേസി ഡേസി സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ഫ്ലവറിനും 2 ലീഫ് പോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഗ്യാപ്പുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബ്ലൂ കളറിലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് 8 സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് നീഡിലിൽ ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ സ്മോൾ സൈസിലുള്ള ഫ്രഞ്ച് നോട്ടല്ലേ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റിയാൽ മതിയാവും. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ആ റോസ് കളർ ത്രെഡ് ഞാൻ കാണിച്ചില്ലേ, ആ ഒരു ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്ക് ഗ്യാപ്പ് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗത്തും കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഇതാ ഈ റോസ് കളറിലെ ത്രെഡ് വെച്ചിട്ടും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് കാണിച്ചില്ലേ, ആ കട്ട് ബീഡ്സ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടാവേ, ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു കട്ട് ബീഡ്സ് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കിതാ ഞാൻ ഇതിൻ്റെ എൻഡിങ്ങിൽ, അതായത് നമ്മുടെ ഈ ഹാർട്ട് ഷേപ്പിൻ്റെ എൻഡിങ്ങിൽ നമ്മുടെ വൈറ്റ് കളറിലെ ത്രെഡ് വെച്ചിട്ട് ബുള്ളിയൻ പെറ്റിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ 2 സൈഡിലായിട്ട് ഓരോ പെറ്റിലായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. നമ്മുടെ യോക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.